أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العلي العظيم. وصدق وبلغ رسوله النبي الأمين الكريم. ونحن على ما قال ربنا من الشاهدين والحمد لله رب العالمين. അഭിവന്ദരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മുതഅല്ലിമുകൾ, സ്നേഹമുള്ള സഹോദരന്മാർ, അല്ലാഹുവിൻ്റെ മഹളായ അനുഗ്രഹം കൊണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹ് മഹാനവറുകളെ സ്മരിക്കുന്ന അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. വിശുദ്ധ ഇസ്ലാമിൻ്റെ പാരമ്പര്യം പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാം നിലകൊള്ളുന്നതും നിലനിൽക്കുന്നതും മഹാന്മാരുടെ സ്മരണകളിലാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ സ്മരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധാരാളം സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെയും സാലിഹുകളുടെയും ഔലിയാക്കളുടെയൊക്കെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അവരെപ്പറ്റി പറയാനും പുകഴ്ത്താനും മദ്ഹകൾ ചെയ്യാനും പിൻകാലങ്ങളിൽ അവർ സ്മരിക്കപ്പെടാനും റബ്ബിനോട് ഒരു ദുആ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ദിക്റുകൾ, എൻ്റെ ഓർമ്മകൾ പിൻകാലത്തുള്ള ജനങ്ങളിൽ ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനകൾ മഹാന്മാരായ അമ്പിയാക്കളടക്കം സജ്ജനങ്ങളെല്ലാം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവരുടെ ഓർമ്മകളിലാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ പൈതൃകം നിലനിൽക്കുന്നത്. അമ്പിയാഇന്റെ കാലത്തിന് ശേഷം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കളിൽ ഏറ്റവും അവസാനത്തവരായി ഈ ലോകത്ത് നിന്ന് ഭൗതികമായി പിരിഞ്ഞതിന് ശേഷം, വഫാത്തായതിനു ശേഷം ഈ ഭൂമി അല്ലാഹു തആലയോട് ദുആ ചെയ്യുകയാണ്. കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഭൂമി അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഇനി ഒരു നബിയും എൻ്റെ മേലെ ചവിട്ടാനില്ല. സർവ അമ്പിയാക്കളും എൻ്റെ മേലെ നടന്നുപോയി, അവരുടെ പാദസ്പർശം കൊണ്ട് ഞാൻ ധന്യമായി. ഇനി ലോകത്തൊരു നബിയും എൻ്റെ മേലെ നടക്കാനില്ലല്ലോ എന്ന ദുഃഖം ഭൂമി ലോകം അല്ലാഹുമായി പങ്കുവെക്കുന്ന സന്ദർഭമുണ്ടായി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയത്ത്, ആ സമയം അല്ലാഹു തആല ഭൂമിക്ക് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. അമ്പിയാക്കളുടെ കാലം കഴിഞ്ഞു പോയി എന്നുള്ളത് ശരിയാണ്. വലാകിൻ അഖ്ലുഖു അലൈകി നാസൻ ഖുലൂബുഹും കഖുലൂബിൽ അംബിയാ. ഞാൻ നിന്റെ മീതെ മറ്റൊരു വിഭാഗത്തെ പടക്കാൻ പോവുകയാണ്. ഒരു പ്രത്യേകമായ തലമുറയെ ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഖുലൂബുഹും കഖുലൂബിൽ അംബിയാ. അവരുടെ ഹൃദയങ്ങൾ അമ്പിയാക്കളുടെ ഹൃദയങ്ങളെ പോലെയാണ്. എന്ന് വെച്ചാൽ അവരുടെ ദൗത്യങ്ങൾ, അവരുടെ മിഷനുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ അമ്പിയാക്കളുടെ പ്രവർത്തനങ്ങളെ പോലെയാണ്. ഇന്നൽ അംബിയാ ലം യുവരിസു ദിർഹമൻ വലാ ദീനാറൻ വലാകിൻ വറസുൽ ഇൽമ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അമ്പിയാക്കൾക്ക് അനന്തര സ്വത്തില്ല. ഒരു നബി വഫാത്തായതിനു ശേഷം ആ നബിയുടെ അനന്തര സ്വത്തുകൾ
അത് വിഭജിച്ചവരുടെ മക്കൾക്കോ കുടുംബത്തിനോ വീതിച്ചു നൽകുക എന്നൊരു പരിപാടിയില്ല. പക്ഷേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നമാ വറസുൽ ഇൽമ, അവർ ഈ ലോകത്ത് അനന്തരമായി വിട്ടുപോകുന്നത് ഇൽമിനെയാണ്, ജ്ഞാനത്തെയാണ്. അതുകൊണ്ട് നിങ്ങൾ പിടിക്കുക. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. അങ്ങനെ ആ ഇൽമാകുന്ന അമ്പിയാക്കളുടെ ഇർസ് കൊണ്ട് ആരെങ്കിലും പിടിച്ചാൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അവർ പിടിക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുകയാണ്. അപ്പൊ അമ്പിയാക്കളുടെ ഖൽബുള്ള, അമ്പിയാക്കളുടെ ദൗത്യമുള്ള, അമ്പിയാക്കളുടെ സ്വഭാവമുള്ള, അമ്പിയാക്കളുടെ ഉത്തരവാദിത്തമുള്ളൊരു വിഭാഗം അമ്പിയാക്കളുടെ പാദസ്പർശനത്തിന് ശേഷം ഈ ലോകത്ത് ഈ ഭൂമിയെ വീണ്ടും ധന്യമാക്കാൻ അത്തരത്തിലുള്ള വിഭാഗത്തെ ഞാൻ സൃഷ്ടിക്കുമെന്ന് അല്ലാഹു അവർക്ക് ഉറപ്പ് നൽകുകയാണ്. അങ്ങനെയാണ് അല്ലാഹു ഔലിയാക്കളെ സൃഷ്ടിക്കുന്നത്. അങ്ങനെയാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളായി ഈ ലോകത്തറിയപ്പെടുന്ന മഹാന്മാരെ സൃഷ്ടിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ ആളുകളും നബി തങ്ങളുടെ ഉമ്മത്താണ്. നമുക്കറിയാമല്ലോ, എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. പക്ഷേ ആ ഉമ്മത്തിൽ ഉമ്മത്തു ദഅവത്തും ഉമ്മത്തുൽ ഇജാബത്തും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മുഴുവനും നബിയായി ലോകത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടു. നബി തങ്ങൾ നിയോഗിക്കപ്പെട്ടു. നമുക്കറിയാം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ചവരുമുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. വിശ്വസിച്ചവർ ഉമ്മത്തുൽ ഇജാബ, മറുപടി നൽകിയ സമൂഹം. വിശ്വസിക്കാത്തവർ ഉമ്മത്തുദ് ദഅവ, പ്രബോധിതമായ സമൂഹം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഡ്രസ് ചെയ്തു, അഭിസംബോധന ചെയ്തു. പ്രബോധനം അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചു. പക്ഷേ അവർക്കതിന് ജവാബ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഉമ്മത്തുദ് ദഅവ അവർക്ക് വേണ്ടി മാത്രമേ എത്തിയിട്ടുള്ളൂ. ഉമ്മത്തുൽ ഇജാബത്തിനെ സംസ്കരിക്കാനും കാലകാലങ്ങളിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ നിലനിർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് പടച്ചയക്കുന്ന മഹാന്മാരായ ഔലിയാക്കൾ, അതിൽ പ്രമുഖനാണ് ഷെയ്ഖ് ജിലാനി തങ്ങൾ അവറുകൾ. എല്ലാ മാസവും ഇവിടെ ഖുതുബിയത്ത് നടക്കുന്നത് കൊണ്ട്, ആ ഖുതുബിയത്തിന്റെ കൂടെ പ്രഭാഷണങ്ങൾ നടക്കുന്നത് കൊണ്ട് ഞാൻ ഷെയ്ഖ് ജിലാനി തങ്ങളെ സംബന്ധിച്ച് സുദീർഘമായ ഒരു പ്രസംഗമോ വിവരണമോ ഇവിടെ നൽകണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഷെയ്ഖ് ജിലാനി തങ്ങളുടെ ദൗത്യം എന്തായിരുന്നു? ഭൂമി തനത്തിൽ താണ്ടിനെ നടത്തുവാൻ വേദാംബർ തമ്മൂടെ ആള് ഞാനെന്നോവർ. മഹാന്മാരായ ഔലിയാക്കൾ മുഴുവനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗമാണ്. നമുക്കറിയാം, ഷെയ്ഖ് ജിലാനി തങ്ങൾ ജനിച്ചെവിടെയാണ്? ഇറാനിലാണ്. അവരുടെ പ്രവർത്തനം ഇറാഖിലാണ്, ബഗ്ദാദിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം തെരഞ്ഞെടുത്ത ഖലീഫയാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ സന്ദേശങ്ങൾ ലോകത്തെത്തിക്കാൻ കറാമത്തുകളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മഹാനാണ്. ഷെയ്ഖ് അവരുടെ ധാരാളം കറാമത്തുകൾ നമുക്ക് കാണിക്കാൻ പറ്റും. പക്ഷേ കറാമത്ത് എന്നത് വലിയ സ്ഥാനമാനമൊന്നുമല്ല. ലോകത്തെ ഏറ്റവും വലിയ വലിയാരാണ്? എല്ലാ വെള്ളിയാഴ്ചകളിലും ഖതീബുമാർ മിമ്പറിന്റെ മുകളിൽ കയറി യാതൊരു സംശയത്തിനും അവകാശമില്ലാത്ത വിധം പ്രഖ്യാപിക്കുന്നു, അഫ്ദലുൽ ബശരി ബഅദൽ അംബിയാഇ അത്തഹഖീഖ് അമീറുൽ മുഅ്മിനീന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ലോകത്തിലെ ഏറ്റവും വലിയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ മഹാൻ, സംശയത്തിന് ആസ്പദമില്ലാത്ത രീതിയിൽ അല തഹ്ഖീഖ് നിസ്സന്ദേഹമായത് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കറാമത്തുകൾ അങ്ങനെ നമുക്ക് കാണാറില്ല. കറാമത്തുകൾ ഇല്ലെന്നല്ല പറയുന്നത്, അവരുടെ ജീവിതം തന്നെ കറാമത്താണ്. അവരുടെ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളും കറാമത്താണ്. പക്ഷെ ജീലാനി തങ്ങളുടെ കറാമത്ത് പറയുന്നത് പോലെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കറാമത്ത് നമ്മൾ പറയാറുണ്ടോ? ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ധൈര്യവും ശൗര്യവും പരാക്രമവും നീതിബോധമുള്ള അദ്ദേഹത്തിന്റെ ഭരണവും അദ്ദേഹത്തിന്റെ ധൈര്യവും മറ്റൊക്കെ പറയുന്നത് പോലെ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കറാമത്തുകൾ നമ്മൾ പറയാറുണ്ടോ? കറാമത്തുകൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്.